ബാച്ചിലറായിട്ടുള്ള അമ്മാവൻ, അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും വീട്ടിൽ അടിയുണ്ടാക്കുന്ന അമ്മയും അച്ഛനും. സോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നായകന്റെ മനസ്സിൽ നായകന് വരാൻ പോകുന്ന ലൈഫ് പാർട്ണർ തന്നോട് ഒരിക്കലും ഫൈറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വഴക്കൊന്നും ഉണ്ടാക്കരുത് എന്നുള്ള നിർബന്ധമുള്ള ഒരു നായകനാണ്. സോ ആദ്യമൊക്കെ കാണുമ്പോൾ ഈ ഒരു നായകൻ ഒരു പാരലൽ യൂണിവേഴ്സിലല്ലേ എന്ന് ഡൗട്ട് തോന്നും. കാരണം ഒരു അടിയുണ്ടാവാതെ വഴക്കുണ്ടാവാതെ എങ്ങനെയാണ് ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് പോകുന്നത്? അങ്ങനെ പോകുന്ന ഈ ഒരു കഥ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്ന കുറേ മൊമെന്റ്സ് ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ഒരു വലിയ പോസിറ്റീവ് തന്നെയാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള 3 ലവ് സ്റ്റോറീസ് ആണ് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. മൂന്നാമത്തെ ലവ് സ്റ്റോറിയിലാണ് ഈ ഒരു സിനിമയുടെ കോൺഫ്ലിക്ട്സും കാര്യങ്ങളും നല്ല മൊമെന്റ്സും ഒക്കെ വരുന്നത്. സോ നായകൻ പ്രേമിക്കുന്നത് 3 വയസ്സിന് തന്നെക്കാളും മൂപ്പുള്ള ഒരു പെൺകുട്ടിയാണ്. സോ അങ്ങനെ ആ ഒരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു നായകനും ആ ഒരു മച്യൂർഡ് ആയിട്ടുള്ള പെൺകുട്ടി നമ്മളെ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുമോ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി. ലൈഫ്സ് നമ്മൾ മുന്നിൽ കാണിക്കുന്നുണ്ട്, നായകന്റെ അച്ഛൻ്റെ അമ്മയുടെയും ലൈഫ്, അതുപോലെ തന്നെ ഈ ഒരു നായകന്റെ അമ്മാവൻ ബാച്ചുലർ ആയിട്ടുള്ള അമ്മാവന്റെ ലൈഫ്. സോ ഒരു നായകന്റെ 3 ലവ് സ്റ്റോറീസ്. സോ അങ്ങനെ പോകുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമ പറയുന്നത്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കൃഷ്ണകുമാർ രാംകുമാർ, അഥവാ 5 സ്റ്റാർ കൃഷ്ണ എന്ന് വിളിക്കുന്ന. സോ ഈ ഒരു തമിഴ് സിനിമ കൂടുതലായിട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും മറക്കാൻ പറ്റാത്തൊരു ഫേസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ഒരു ചെറിയ ക്യാമിയോ റോൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. സിനിമയുടെ ക്യാരക്ടറിന്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയുടെ നെഗറ്റീവായി വന്നിരിക്കുന്നത്. മിഥില പാൽക്കറിന്റെ നല്ലൊരു പെർഫോമൻസും രുദ്രയുടെ നല്ലൊരു പെർഫോമൻസും ഈ ഒരു സിനിമ ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു വിഷ്ണു വിശാലും മിസ്കിനായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. സോ അവരുടെ ഭാഗങ്ങളൊക്കെ കാണാൻ അത്യാവശ്യം നല്ല രസമായിരുന്നു.